ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 5G വണ്ടി പെട്രോൾ ലീക്കായിട്ട് വന്നിരുന്നതാണ്. അതേപോലെ തന്നെ സെൽഫ് വർക്ക് ചെയ്യാത്തൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്രോൾ ലീക്കിൻ്റെ കേസ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാർബറേറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ അഴിച്ചിട്ടുണ്ട്. കാർബറേറ്റർ അഴിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഈ ഫ്ലോട്ടിൻ്റെ വാൽവ് കാർബറേറ്ററിൽ വന്നിട്ട് ടൈറ്റായി പോയേക്കണാണ് കംപ്ലയിൻറ്റിൻ്റെ കാരണം. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതായത് ഇങ്ങനെ പുറത്തേക്ക് തള്ളി വന്നിട്ട് തിരിച്ച് ലോക്ക് ആവുന്നുണ്ടായില്ല. അതാണ് കംപ്ലയിൻറ്റ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഈ പെട്രോളിൽ വരുന്ന കെമിക്കലുമായി ബന്ധപ്പെട്ട റിയാക്ഷനാണ്. അതായത് എത്തനോൾ മിക്സ് ആയിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ വരാം. 20% എത്തനോൾ മിക്സിംഗ് ഉള്ള പെട്രോളാണ് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷനാണ്, കെമിക്കൽ റിയാക്ഷനാണ് ഈ കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് അലുമിനിയം പാർട്ടാണ്. ഈർപ്പം അടിക്കുമ്പോൾ ഈ ഭാഗങ്ങളിൽ ഫംഗസ് പോലെ പിടിച്ചാണ് ഒരു അവസ്ഥയുണ്ട്. കാർബറേറ്ററിനകത്ത് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ അവിടെയൊക്കെ ഒരു പൗഡർ കണക്കെ വെള്ളപ്പൊടി കണക്കെയാണ് മൊത്തം പിടിച്ചിരിക്കുക. അത് നമുക്ക് ശരിക്കും കാർബറേറ്റർ ക്ലീനർ, അതായത് ഒരു സ്പ്രേ ആണ്, അത് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫ്ലോട്ട് വാൽവ് നമുക്ക് മാറ്റിയിടണം കേട്ടോ. അത് മാറ്റിയിട്ടിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. എങ്കിൽ കൂടി ഓവർഫ്ലോൻ്റെ ഒരു സാധ്യതയൊക്കെ നിലനിൽക്കും. എന്നാലും മാക്സിമം നമുക്കത് ഇല്ലാത്ത രീതിയിൽ ക്ലീൻ ചെയ്തിട്ടൊക്കെ റീസെറ്റാക്കി വിടാം. പിന്നെ നമ്മളതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം കൂടി നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തിരുന്നു. പ്ലഗ് നമ്മൾ കിടക്കുന്നത് പുതിയ പ്ലഗ്ഗാണ്. പക്ഷേ പ്ലഗിൻ്റെ ഈ പോയിൻ്റ് കറക്റ്റ് ആ ഫേസ് ഫയറിങ് കിടക്കുന്ന ഭാഗത്തേക്ക് വന്ന് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു പൗഡർ കണക്കെ പൊടി പിടിച്ചാണ് ഒരു അവസ്ഥയിലാണ് നിൽക്കുക. അതായത് കാർബൺ നല്ല രീതിയിൽ ഹെഡിലുണ്ട്. അതാണ് അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണാം കേട്ടോ. തൽക്കാലം ക്ലീൻ ചെയ്തിടാം. കാർബറേറ്റർ ഈ പറഞ്ഞ രീതിയിൽ കൂടെ ഫ്ലോട്ട് വാൽവ് മാറ്റി ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്കതിൻ്റെ സെൽഫ് വർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ടെർമിനൽ ലൂസായിരുന്നു. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ആക്കി കഴിഞ്ഞപ്പോൾ ഓക്കെ ഉണ്ട്. ബാറ്ററിയുടെ ടെർമിനൽ ലൂസായതാണ് സെൽഫ് എടുക്കാനായിട്ട് ഒരു പ്രോബ്ലം കാണിച്ചത്. വേറെ നിലവിൽ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ 2 കേസാണ് നമ്മൾ ചെയ്യണേ. വേറെ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ 2 വർക്ക് ചെയ്ത് വരുമ്പോൾ ഏകദേശം എത്ര വരുന്നത്, അതായത് ബാറ്ററിയുടെ വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമുക്കതൊന്ന് ടൈറ്റ് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. കാർബറേറ്റർ ക്ലീനിങ്ങും ക്ലീനറും ഉപയോഗിച്ച് ഫ്ലോട്ട് വാൽവ് അടക്കം എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം. ഓക്കെ.